ഗൈസ്, ഇന്ന് നമുക്ക് ഡ്രീമറിൻ്റെ ഒരു തംബ്നെയിൽ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതിനായിട്ട് നമ്മളെ ഡ്രീമറിൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ നിന്ന് ഒരു ഇമേജ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇമേജ് കൊള്ളാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാൻ ഈ 2 ഇമേജും കൂടെ ചേർത്തിട്ട് ഇതായിരിക്കും നമ്മളുടെ തംബ്നെയിൽ. അപ്പോൾ ഇതെങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ നമുക്കൊരു സ്പീഡ് ആർട്ടായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിനകത്താണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഇമേജ് ഒന്ന് കട്ട് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത പോർഷനെ കട്ട് ചെയ്തിട്ട് നമ്മൾ തംബ്നെയിലിൻ്റെ സൈസിലേക്ക് ഞാൻ എടുത്തിടുകയാണ്. ഇനിയിപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു ബാക്കിലുള്ള ഒരു ഇതിന് വേണ്ടി ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇമേജ് ഞാൻ ഇതിൻ്റെ പുറകിലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒന്ന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത കളേഴ്സൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം കുറച്ച് ഷാർപ്പാക്കാം. ഈ ആവശ്യമില്ലാത്ത കളേഴ്സ് പോകാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഒന്ന് മാസ്ക് ചെയ്യാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ച് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് വരും. ബാക്കിലുള്ള ആ വേലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡാവും. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റിങ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓറഞ്ചാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ആ ഒരു അതേ കളറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓറഞ്ച് കളർ, ഇനി ആ ഫേസ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ആ ഫേസ് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്കിതിനൊന്ന് ബ്ലർ ചെയ്യാം. ഇതിൻ്റെ എഡ്ജ് മൊത്തത്തിൽ ഒന്ന് ബ്ലർ ചെയ്തേക്കാം. എഡ്ജ് ബ്ലർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഫോക്കസ് കിട്ടും. നമുക്ക് സബ്ജക്റ്റിലേക്ക് ഒരു ഫോക്കസ് കിട്ടും. എന്നിട്ട് കുറച്ച് ആവശ്യമില്ലാത്ത പോർഷൻ ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഫേസൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. മൊത്തത്തിൽ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്ന ഇമേജ് ചെറിയ ക്വാളിറ്റി ലോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിനൊരു ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ആ ഒരു ടൈറ്റിലിങ് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തത്. ഇനി ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു റിയൽ ആ ഒരു ഇതും കിട്ടും. നമുക്ക് ആ ബൂസ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു കളറിനെ. അപ്പോൾ ഈ ഒരു കളർ ടോണാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ ബൂസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ഡ്രസ്സിൻ്റെ അതേ കളർ ടോണിലാണ് നമ്മൾ ഈ ഒരു തംബ്നെയിൽ മൊത്തത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അലീനയുടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി അലീന യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഡ്രീമറിനും കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അതിനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മെയിനായിട്ട് ആ ഒരു ഡ്രീമർ സ്ട്രീമിംഗ് നൗ എന്നുള്ള ആ ഒരു ടൈറ്റിലും കൊടുക്കാം. അതിനിപ്പോൾ ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ, ഈ ഫോണ്ട് മതി. നമുക്ക് ഇതിലേക്ക് കുറച്ച് എഫക്ട്സ് കൊടുത്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഷാഡോ ആയിട്ട് കുറച്ച് ബ്ലാക്ക് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇനി ആ സ്ട്രീമിംഗ് നൗ എന്നുള്ളതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ തംബ്നെയിലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സിമ്പിളാണ് സംഭവം, ഒരു എന്താ പറയുക മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻ. ഓക്കെ, ജസ്റ്റ് ഞാൻ 2 പ്ലസ് പോലത്തെ ഒരു ഐക്കൺസ് എടുത്തിട്ട് ഒരു ഓവർലേ പോലെ കൊടുക്കുകയാണ്. എങ്ങനെയുണ്ടത് കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഡ്രീമർ യൂസ് ചെയ്യുമെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ സ്റ്റോറിയിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ് ചെയ്തേക്കുക. അടുത്ത ആര് ചെയ്യണമെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.